ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ബൂന്തിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കടലമാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ അതിൻ്റെ പൊടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ പൊടി കടലമാവ് ചേർക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവ്. അപ്പോൾ ഞാൻ ലിക്വിഡായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കളറ്, അതുകൊണ്ട് 2 ഡ്രോപ്സ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാണ്ടും വിടാം. ഇനി ഞാൻ ഇതേപോലെ എണ്ണ ചൂടായ പാത്രത്തിലേക്ക് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്ടക്കരണ്ടി എന്ന് പറയും, അതിലേക്ക് നമ്മൾ മാവ് എടുത്ത് ഒഴിച്ച് ഇങ്ങനെ കൊടുത്ത് അതേപോലെ ബോൾസായി കിട്ടും. അധികം നേരം വെക്കരുത് എണ്ണയിൽ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിന് ബൂന്തി ലഡ്ഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരണ്ടി, അതിൻ്റെ ആ ഒരു കരണ്ടി വേറെ ഉണ്ട്. നമ്മൾ നോർമൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെയുള്ള കരണ്ടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതിലിതേപോലെ ഇട്ട് നമ്മൾ കൈ ഒരേ ഇടത്തിൽ മാവ് വയ്ക്കാണ്ട് എല്ലാ സൈഡും ചുറ്റി കൊടുക്കുക. ഇതേപോലെ എല്ലാ മാവും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എന്തെല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പഞ്ചസാര 1/4 കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ നല്ല ഒരു മധുരമാണ്. നിങ്ങൾ കുറച്ച് മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര. അതേപോലെ 1/2 കപ്പ് അളവ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം വെള്ളം തിളച്ച് വരുമ്പോൾ 2 ഏലക്ക ഞാനൊന്ന് തട്ടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച ശേഷം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു നൂൽ പരുവെന്ന് പറയും. ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിടാം. അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ചൂടോടെ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സായി എടുത്തിട്ട് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഗ്രേപ്സും ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്ത് കോരി ഞാൻ ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഞാനിത് ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. vandazy റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.